ശ്രീ പി ജെ വിൻസെന്റ്, ഇവിടെ ഇസ്രായേലിൽ ആ ദൃശ്യങ്ങൾ എടുക്കരുത്, പുറത്തു വിടരുത് എന്ന പൗരന്മാർ കർശന നിർദ്ദേശം ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് എന്നൊക്കെ പറയുമ്പോഴും ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് എടുക്കുന്നതാണ്, മാധ്യമപ്രവർത്തകരെ നിയന്ത്രിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ എടുക്കുന്നവരെ. ഏറ്റവും ഒടുവിൽ അല്പസമയം മുമ്പ് നടന്ന മിസൈൽ ബരാഷ് അവിടെ പോയി വീഴുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ പേടിയാവുന്ന പോലെ ഇൻസൈനാണ്. അമ്മാതിരി മിസൈൽ മഴ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇറാൻ അത് ചെയ്യട്ടെ, കാര്യം ഇറാൻ അവകാശമുണ്ട്, അവരുടെ പരമോന്നത നേതാവിനെ കൊന്നതിനുള്ള പ്രതികാരം ചെയ്യലാണ്. പക്ഷേ ഖത്തറിൽ, ബഹ്റൈനിൽ, ഈ പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അമേരിക്കൻ എയർബേസ് എന്ന് പറഞ്ഞിട്ട് അതൊന്നുമല്ല, ജനവാസ മേഖലകൾക്കൊക്കെ അടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഗതികെട്ടാണ് ഖത്തറും ഖത്തർ പ്രതിരോധത്തിനൊരുങ്ങുന്നത്. ഡിപ്ലോമസിക്ക് തയ്യാറാണെന്ന് UAE പറയുന്നത്. ഞങ്ങൾ പ്രതിരോധിക്കും, ഇനി അടിച്ചാൽ ഞങ്ങൾക്കും ഇതെല്ലാം മറ്റു വഴിയില്ല എന്ന് പറയുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ ശ്രീ പി ജെ വിൻസെന്റ്? അങ്ങനെ ആവാമോ? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്രായേലിലേക്ക് ആക്രമിക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ഇസ്രായേലിൽ ആണല്ലോ ഈ 12 ദിന യുദ്ധത്തിലും ഇപ്പോഴത്തെ യുദ്ധവും തുടങ്ങി വെച്ച രാജ്യം ഇസ്രായേലാണ്. മാത്രമല്ല ഇസ്മായിൽ ഹനിയെ തുടങ്ങി എത്രയോ നേതാക്കൾ, ഈ നേതാക്കളെല്ലാം കൊന്നതിൽ അതിൻ്റെ ഇൻ്റലിജൻസ് വർക്ക് അത് മുഴുവൻ നടത്തിയത് ഇസ്രായേലാണ്. അതേസമയം ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നാൽ അതിൽ ഖത്തർ പലപ്പോഴും വലിയ പിന്തുണ ഇറാന് നൽകിയ രാജ്യമാണ്. ഖത്തറും ഇറാനും ടർക്കിയയും ചേർന്ന് ഒരു അച്ചുതണ്ട് തന്നെ അവിടെ രൂപപ്പെടുകയുണ്ടായി. സമീപകാലത്ത് അമേരിക്കയുമായിട്ടുള്ള ചർച്ചയിൽ 5 വട്ട ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഒമാനാണ്. ഇപ്പോൾ നടന്നു വരുന്ന 3 വട്ട ചർച്ചകൾക്ക് ഒമാനായിരുന്നു ആധ്യക്ഷം വഹിച്ചത്. അപ്പോൾ ഇത്തരം ഘടകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഈ രാജ്യങ്ങളെ കണ്ണും പൂട്ടി ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അത് അമേരിക്കയ്ക്കും ഇസ്രായേൽ അച്ചുതണ്ടിനും ഗുണകരമായി വരികയാണ് ചെയ്യുക. കാരണം അറബ് രാജ്യങ്ങൾക്ക് സൈനിക കുട ആവശ്യമാണ്, കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനം ആവശ്യമാണ്. അത് ആ മേഖലയിൽ അമേരിക്കയാണ് ഇതുവരെ കൊടുത്തു വന്നിരുന്നത്. അവർക്ക് നിരന്തരമായി ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് ഉയർത്താൻ പറ്റുന്ന രാജ്യം ഇറാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാനിൽ നിന്ന് ഇനിയും ഭാവിയിൽ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ 3 രാജ്യങ്ങൾക്കേ കഴിയുള്ളൂ. അതൊന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് ഇസ്രായേലാണ്, പിന്നെ അവരെ സഹായിക്കാൻ പറ്റുന്നത് ഇന്ത്യയാണ്. റഷ്യ, ചൈന ഏത് രൂപത്തിൽ അവിടെ ഇടപെടും എന്ന് നമുക്ക് അറിയില്ല. പക്ഷേ ഇന്ത്യയുടെ സഹായം അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഒരു സൈനിക ഉടമ്പടിയിൽ ഒപ്പിട്ടതിൻ്റെ കാരണം പോലും ഭാവിയിൽ അമേരിക്കയും ഇസ്രായേലും പിന്മാറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ഭീതിയാണ്. കാരണം ഈ ഇറാൻ എന്നുള്ളത് ഒരു ഭീതിയുടെ മൂല കാരണമാണ്. അത് ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരിയും തമ്മിൽ 2 സൈനിക സഖ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, അതൊരു ഐഡിയോളജിക്കൽ വാർഫെയർ കൂടിയായിരുന്നു. അതുപോലെ ഇറാനും ഈ അറബി സുന്നി രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ശീതയുദ്ധത്തിലും ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ കൂടി ഉണ്ട്. അതുകൊണ്ടാണ് അത് ആ ശീതയുദ്ധം ഒരു പക്ഷേ വലിയ പ്രാധാന്യം അർഹിക്കുന്നത്. 1979 മുതൽ ആയത്തുള്ള റൂഹുള്ള ഖൊമേനിയുടെ വിമർശനം ആണ് ഈ രാജ്യങ്ങളോടുള്ള ഇറാൻ്റെ വിദേശ നയത്തെ രൂപപ്പെടുത്തിയത്. അദ്ദേഹം അമേരിക്കയെ സാത്താൻ എന്ന് വിളിച്ചു, വലിയ സാത്താൻ. ഇസ്രായേലിനെ ചെറിയ സാത്താൻ എന്ന് വിളിച്ചു. സൗദി അറേബ്യ വിളിച്ചത് സ്റ്റൂജ് ഓഫ് സാത്താൻ എന്നാണ്, സാത്താൻ്റെ കിങ്കരൻ എന്നാണ്. അപ്പോൾ ഈ സാത്താന്മാരെ നശിപ്പിക്കുക എന്നുള്ളത് ജിഹാദിൻ്റെ അടിസ്ഥാന ശൈലിയായി അത് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയുടെ ഭാഗമായി മാറി. അതുകൊണ്ട് ഈ സാത്താന്മാരെ നശിപ്പിക്കാനുള്ള മാർഗം ഇസ്ലാമിക വിപ്ലവം കയറ്റുമതി ചെയ്യുകയാണ്. അങ്ങനെ ഷിയ പൊളിറ്റിക്കൽ ഇസ്ലാമിക് റവല്യൂഷൻ കയറ്റുമതി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇറാഖിൽ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഉണ്ടാക്കിയത്, ലെബനനിൽ ഹിസ്ബുള്ളയെ വളർത്തിയെടുത്തത്, ഹൂത്തികളുടെ സംഘർഷം യമനിലുണ്ടായത്. ഹൂത്തികളിലേക്ക് വരുമ്പോൾ അല്പം കൂടി വ്യത്യസ്തമാണ് കാര്യം. കാരണം ഇറാനികൾ ആര്യന്മാരാണ് വംശീയമായി, പക്ഷേ ഹൂത്തികൾ വംശീയമായി അറബികളാണ് എന്ന് മാത്രമല്ല അവർ പ്രവാചക പരമ്പരയിൽപ്പെട്ടവർ കൂടിയാണ്. പ്രവാചക ഗോത്രത്തിൽപ്പെട്ടവരാണ് ഹൂത്തികൾ. അവർ ഷിയാക്കളാണ്. സൗദി അറേബ്യയിലെ ജിസാൻ പ്രോവിൻസിൽ അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയെ വിഘടിപ്പിക്കാൻ പോലും ഈ ഹൂത്തികൾക്ക് സാധിക്കും. അപ്പോൾ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് സൗദി അറേബ്യ നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, ഈ പ്രദേശങ്ങൾ മുഴുവൻ ആക്രമണത്തിന് വിധേയമായ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾക്ക് കൂടുതൽ അമേരിക്കൻ ആശ്രിതത്വം വർദ്ധിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ അബ്രാഹാമിക് കരാറ് പോലെയുള്ള കരാറുകളിലേക്ക് കൂടുതൽ നീങ്ങാനാണ് സാധ്യത. കാരണം അവർക്ക് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഇൻഫ്രാസ്ട്രക്ചറും അതിൻ്റെ ജീവിത നിലവാരവും നഗരവും സംരക്ഷിക്കാൻ വേറെ ഏത് ശക്തിയാണുള്ളത്?
അതുകൊണ്ടാണ് ഇന്ത്യയും ചില സഹായങ്ങൾ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ UAE ഇന്ത്യക്ക് നന്ദി അറിയിച്ചത്. അതുമാത്രമല്ല, അവരുടെ നാവിക ഗതാഗതത്തിന് സംരക്ഷണം കൊടുക്കാനും കഴിയുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇത്തരം ഘടകങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ ആ മേഖലയിൽ ഇറാൻ ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ വ്യാപകമായ ആക്രമണം, ഇറാനിൽ നിന്ന് സംഭവിക്കുന്നു എന്നുള്ളത് മാറ്റിവെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഈ വ്യാപകമായ ആക്രമണം എന്ന് വെച്ചാൽ 9 രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഗൾഫ് മേഖലയിലുള്ള എല്ലാ രാജ്യങ്ങളും ആക്രമിക്കപ്പെട്ടു. അവരുടെ ജനാധിവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, വിമാനത്താവളങ്ങൾ ആക്രമിച്ചു, അവരുടെ റിഫൈനറികൾ, അതുപോലെ ഫ്ലാറ്റുകൾ. ഇത് തീർച്ചയായിട്ടും ആഴത്തിൽ മുറിവുകൾ അവരുടെ മനസ്സിലുണ്ടാക്കും. അത് ഭാവിയിലുള്ള ഒരു സെറ്റിൽമെൻറ്റിൽ പോലും ഇറാനെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായി കാണുന്ന സമീപനത്തിൽ ഒരു സൗഹൃദത്തിൻ്റെ സാധ്യത ഇല്ലാതാക്കും. ഒരു ചുരുങ്ങിയ സമയത്ത് ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ ശീതയുദ്ധത്തിന് ഒരു ചെറിയ പരിഹാരമുണ്ടായിരുന്നു. അത്തരം സാധ്യതകൾ പോലും അടഞ്ഞ് ഈ മേഖല പൂർണ്ണമായി അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിൻ്റെ നിയന്ത്രണത്തിലേക്ക് പോകുന്ന നിലയിലേക്കായിരിക്കും ഭാവി സാധ്യതകൾ. കാരണം കൂടുതൽ ശക്തമായ പ്രതിരോധം ഇനി രാജ്യങ്ങൾക്ക് വേണ്ടി വരും. ഇപ്പം ഇറാൻ്റെ കയ്യിൽ നിലവിലുള്ളത്, അവർക്ക് ശക്തമായ ക്രൂയിസ് മിസൈലുകൾ പോലുമില്ല. അവരുടെ കയ്യിലുള്ളത് ബാലിസ്റ്റിക് മിസൈലുകൾ ആണ്. ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ഷോർട്ട് റേഞ്ച് SRBMs ധാരാളമുണ്ട്. ഈ SRBMs അവർ ഒത്തിരി ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഒക്കെ കൊടുത്തിട്ടുമുണ്ട്. അത് ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയർ ചെയ്യുന്ന ശക്തിയിലാണ് ഈ മിസൈലുകൾ പോയി പതിക്കുക. അതേസമയം ക്രൂയിസ് മിസൈലുകളാകട്ടെ അതിന് സ്വന്തമായി എഞ്ചിൻ ഉള്ളതുകൊണ്ട് അതിനെ തിരിച്ചു വിളിക്കാൻ പോലും പറ്റും. അപ്പോൾ ഈ ക്രൂയിസ് മിസൈൽ സാങ്കേതിക വിദ്യ കൂടി ഇറാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങളുടെ സുരക്ഷിതത്വം വലിയ പ്രതിസന്ധിയിലാകും എന്നുള്ളതൊരു വാസ്തവമാണ്. എന്തായാലും ഒമാനിലേക്ക് ആക്രമിച്ചത് ഞങ്ങളല്ല എന്ന്, ഒമാനിലേക്ക് മാത്രം ആക്രമിച്ചത് ഞങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.